അതായത് ഇതുപോലത്തെ ഒരു കഥ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇതുപോലത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം കണ്ടാൽ ക്ലൈമാക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കുട്ടിയുടെ ചങ്കൂറ്റം അത് പറയേണ്ടത് തന്നെയാണ്. ആ അമ്പലിയോ ലാലേട്ടൻ പൊളിച്ചു, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി എല്ലാവരും സിമ്പിൾ കഥ, പക്ഷേ ഞാനൊക്കെ കരഞ്ഞു പോയി. മനസ്സിലായ നമ്മൾ ലാലേട്ടൻ എല്ലാ ദിവസവും കാണണം, പക്ഷെ അത് കരഞ്ഞു പോയി നമുക്ക് ലാസ്റ്റ് വരെ. അതൊരു സിമ്പിൾ കഥ, പക്ഷെ അത് എങ്ങനെ നമ്മൾ കൊണ്ടുപോകണമെന്ന് അൺബലിയുള്ള. അപ്പൊ എല്ലാവരും കാണാം, ഓക്കെ, സഹകരിക്കാം, ഓക്കെ, പൊളിക്കാം, ഓക്കെ. ചരിത്ര വിജയമാണ്. എല്ലാ അടിപൊളി. നീ കാണാതെ പടം കാണാണ്ട് വെറുതെ ചോദിച്ചിട്ടുള്ള കാര്യം അല്ലേ? എല്ലാവരോടും ഷെയർ ചെയ്ത് എല്ലാവരും എല്ലാം ഫോളോയും ചെയ്യും. ഡോക്ടർ ജെയ്സൺ, അപ്പൊ ഷെയർ ചെയ്യാലോ. ശരി, എല്ലാ ലാംഗ്വേജസിലും ഹിറ്റാകും. റീമേക്ക് ആയി കഴിഞ്ഞാൽ കൊറിയയിലും ജാപ്പനീസിലും എല്ലാ ലാംഗ്വേജിലും തേടി വരും നേരത്തിന്. അതുപോലെ തോന്നി. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ ചിത്രമാണോ അത്? അല്ലല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്ദനമാണ്, പണ്ടത്തെ. പക്ഷെ ഇപ്പം വന്നതിൻ്റെ എല്ലാ പടത്തിലും നേരെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ദൃശ്യം 1, ദൃശ്യം 2, ജിത്തു ജോസഫിനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അതെല്ലാം ഉണ്ട് പടത്തിൽ. സ്ത്രീകൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയല്ല, എല്ലാം ഒരു ഫുൾ സൊസൈറ്റി കണ്ടിരിക്കുന്ന ഒരു പടം ആണ്. ഇമോഷണൽ ആണ്, എൻഡിൽ ഇമോഷണലും ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിട്ട് തോന്നും. ഒരാളും മൊബൈലും നോക്കുന്നില്ല, ഒന്നില്ല, ഒരു ലാഗ് ഇല്ല, ഭയങ്കര ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, നമ്മുടെ ലാലേട്ടനെ കുറെ ആൾക്കാർ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിന്റെ ചില സിനിമകളിലുള്ള പാളിച്ച കാരണം അദ്ദേഹത്തിന്റെ നടനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നടനെ ചോദ്യം ചെയ്തവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിരിക്കും പ്രത്യേകിച്ച് അശ്വന്ത് ഗോപിനെ പോലുള്ള റിവ്യൂസ്. അല്ല, ഞാൻ റിവ്യൂസിനെതിരെ ഞാൻ പ്രത്യേകം പറയുന്നില്ല. കാരണം പടത്തെക്കുറിച്ച് പറയാം. പടം ലാലേട്ടൻ തിരിച്ചു വരുമെന്നൊന്നും ഒരിക്കലും പറയാം. ലാലേട്ടൻ തിരിച്ചു വരാനൊന്നും ഇല്ല. ലാലേട്ടൻ ഇവിടെ തന്നെ ഉള്ളതാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ടും ഇല്ല. ഈ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഹീറോ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടന്മാരിൽ 2 or 3 പേരിൽ ഒരാൾ ലാലേട്ടൻ. അപ്പം തന്നെ ലാലേട്ടൻ്റെ റേഞ്ച് മനസ്സിലായി. വേൾഡിലെടുത്താൽ പോലും ഇതുപോലൊരു മുതൽ വേറെ ഉണ്ടാകത്തില്ല. പിന്നെ കുറച്ച് നാളൊരാൾ പടം ചെയ്യാതിരുന്ന ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പടങ്ങൾക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റാണ്. മലൈക്കോട്ടൽ വാലിബിന് വേണ്ടി അതുപോലെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5-2 വർഷമായിട്ട് അതിൻ്റെ പുറകെ തന്നെയാണ് നിൽക്കുന്നത്. അതിപ്പോൾ എല്ലാ നടന്മാരും അങ്ങനെ തന്നെയല്ലേ. KGF ഇറങ്ങിയതിന് ശേഷം ഗ്യാപ്പ് വന്നതിൻ്റെ യാഷനുണ്ടല്ലോ, അതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. ഈ നേര് എന്ന് പറയുന്ന സിനിമ മലയക്കോട്ട് വാലിബിന് കിരീടധാരണത്തിന് മുമ്പുള്ളൊരു പരിപാടിയായിരിക്കും. മലയക്കോട്ട് വാലിബ് വളരെ എക്സ്പെക്റ്റേഷനോടെ ഇരിക്കുന്നൊരു പടമാണ്. നേരെന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ചർച്ച ചെയ്യണത്. ആ കണ്ടൻറ്റ് സൊസൈറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ് നേര് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും നേരെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. അതുപോലെ